ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോങ്കോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു. यूरोपियन फ्री ट्रेड एसोसिएशन के साथ ट्रेड एंड इकोनॉमिक पार्टनरशिप एग्रीमेंट लागू किया। ये यूनिक और स्पेशल एग्रीमेंट हमारे बीच टैलेंट, टेक्नोलॉजी और म्यूचुअल ट्रस्ट का एग्रीमेंट है। इसी एग्रीमेंट के माध्यम से एप्टा कंट्रीज से भारत में अगले 15 वर्षों में $100 बिलियन इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है. ഓസ്ലോയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. $19 ബില്യൺ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രം നാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ G. സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി.
സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് എതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ RG-കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5-നാണ് മത്സരം. കോങ്കോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300-ഓളം സംശയാസ്പദമായ കേസുകളും കോങ്കോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോങ്കോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു.
കോങ്കോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.